ശിവരാത്രി മാഹാത്മ്യത്തെക്കുറിച്ച് രണ്ട് വാക്ക് ലോക നന്മയ്ക്കായി സമർപ്പിക്കുന്നു. ശിവന്റെ രാത്രി ശിവരാത്രി. മാരകവിഷത്തെ കൈകളിൽ വാങ്ങി കുടിച്ച് ഭഗവാന്റെ കണ്ഠം നീലനിറമായി. അങ്ങനെ ഭഗവാൻ നീലകണ്ഠനായി. പാൽക്കടൽ മഥന സമയത്ത് വാസുകിയിൽ നിന്നും പുറത്തു വന്ന് ഘോരവിഷം ഭൂമിയിൽ വീഴാതെ ഭുജിച്ചു ഭഗവാൻ ലോകരക്ഷകനായി. വിഷബാധ ഏൽക്കാതിരിക്കാൻ വിഷം തീണ്ടപ്പെട്ട ആൾ ഒരു ദിവസം ആഹാരം കഴിക്കാതെയും ഉറങ്ങാതെയും ഇരിക്കണമെന്നാണ് വിഷ ചികിത്സാവിധി. ഭഗവാൻ ജാഗ്രത് അവസ്ഥയിൽ കഴിയുന്നതിനായി പ്രപഞ്ചം മുഴുവനും അന്ന് ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. പഞ്ചാക്ഷര മന്ത്രമായ ഓം നമ ശിവായ എന്ന നാമം ജപിച്ചും ശക്തി പഞ്ചാക്ഷരീ മന്ത്രമായ ഓം ഹ്രീം നമ ശിവായ എന്ന നാമ സങ്കീർത്തനാൽ ആർദ്രമനസ്കരായും ആ രാത്രി നിർനിദ്രയായി ലോകം കഴിച്ചുകൂട്ടി. ആ ദിനമാണ് ശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശി ദിവസമാണ് ലോകം മുഴുവനും നിദ്രാവിഹീനരായി വ്രതമനുഷ്ഠിക്കുന്ന ശിവരാത്രി. ഭാരതീയരുടെ ഉത്സവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ശിവരാത്രി തന്നെയാണ്. ശിവാനുഗ്രഹത്തിനും മോക്ഷത്തിനുമായി ഋഷീശ്വരന്മാർ പോലും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു. 1000 ഏകാദശി വ്രതത്തിന് തുല്യമാണ് അര ശിവരാത്രി എന്ന് പറയപ്പെടുന്നു. കുളിച്ച് ഭസ്മക്കുറി അണിഞ്ഞ് ശിവക്ഷേത്രത്തിൽ നിർമ്മാല്യം തൊഴണം. കൂവളത്തില കൊണ്ട് അർച്ചനയോ ഹാര അർപ്പണമോ നടത്തണം. ഓം ഹ്രീം നമ ശിവായ എന്ന ശക്തി പഞ്ചാക്ഷരീ മന്ത്രം ജപിച്ച് ക്ഷേത്ര പരിസരത്ത് തന്നെ കഴിച്ചുകൂട്ടിയാൽ ഏറ്റവും ഉത്തമം. ഒരു നേരം സാത്വികമായ ഭക്ഷണം കഴിക്കുക. എന്നിട്ട് ശിവപുരാണ പാരായണം, ശിവ അഷ്ടോത്തരനാമം, ഹാലാസ്യ പുരാണ പാരായണം, ശിവ സഹസ്രനാമ ജപം ഇവ നടത്തണം. ഇത് ഭക്തിപൂർവം കേൾക്കുകയും വേണം. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരിക്കണം. രാത്രിയിൽ ശിവക്ഷേത്രത്തിൽ നടത്തുന്ന 4 യാമ പൂജകളും തുടങ്ങണം. ജ എന്നാൽ ജന്മാന്തര സുഹൃതം എന്നും, പ എന്നാൽ ജന്മാന്തരകൃത പാപം എന്നും, അം എന്നാൽ മോക്ഷം എന്നുമാണ് അർത്ഥം. അതായത് ജന്മാന്തര കൃത സുഹൃതം ലഭിക്കാനും പാപങ്ങളെ നശിപ്പിക്കാനും മോക്ഷം കിട്ടാനുമാണ് ജപം. ശിവരാത്രി ദിവസം പകലും രാത്രിയും ഉറങ്ങരുത്. ശാരീരികവും മാനസികവും ആരോഗ്യപരവും ഈശ്വര അനുഗ്രഹപരവുമായ നിരവധി നേട്ടങ്ങൾ ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് ഉണ്ടാകും. മറ്റു വ്രതങ്ങൾ അനുഷ്ഠിക്കാത്തവർക്കും ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ മറ്റെല്ലാ വ്രതങ്ങളും അനുഷ്ഠിച്ച ഫലം കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. സത്വഗുണപ്രധാനരായി ജീവിക്കാൻ ശിവരാത്രി വ്രതം പ്രേരണ നൽകുന്നു. ശിവരാത്രി വ്രതം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ നേട്ടങ്ങൾ എന്തെന്നാൽ കഴിക്കാൻ പാടില്ലാത്ത വിഭവങ്ങളോട് അത് ഉപേക്ഷിക്കുവാനുള്ള പ്രവണത മനസ്സിൽ മുട്ടിടുന്നു. ഇത് മനസമാധാനത്തിന് വഴിതെളിക്കുന്നു. ദുശീലങ്ങളിൽ നിന്നും ഒരു ദിവസമെങ്കിലും അകന്നു നിൽക്കാൻ കഴിയുന്നു. ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് വിശ്രമം ലഭിക്കുന്നു. അതുകൊണ്ട് കരൾ, വൃക്ക, ആമാശയം എന്നിവയുടെ ശേഷി കൂട്ടുന്നു. രക്തത്തിലെ ശ്വേതാണുക്കളുടെ എണ്ണം കൂടുന്നതിനാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു. പ്രമേഹം, രക്തസമ്മർദ്ദം, ദഹനക്കേട്, വായുകോപം ഇവ കുറയ്ക്കുന്നു. ഇവയെല്ലാം ശിവരാത്രി വ്രതത്തിൻ്റെ മാഹാത്മ്യങ്ങളാകുന്നു. മരണത്തിൻ്റെ ദേവനായ യമന്റെയും ദേവനാകയാൽ മൃത്യുഞ്ജയൻ എന്ന ദേവനെ വിളിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ അവസ്ഥാഭേദങ്ങളും ഓംകാരത്തിൻ്റെ അർത്ഥമാണ്. ഓം എന്ന പ്രണവം ശരിയായി ഉച്ചരിച്ച് ധ്യാനത്തിലിരുന്നാൽ മനസ്സ് അടങ്ങുകയും സമാധിയിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുകയും ചെയ്യാം. ശ്രീം മൂലപ്രകൃതി, ഹ്രീം ശക്തി. ശിവൻ ശക്തിയോട് ചേരുമ്പോൾ മാത്രമേ ശിവത്വം പ്രകാശിക്കുന്നുള്ളൂ. അഷ്ടതത്വങ്ങളാകുന്നു ഈ പ്രപഞ്ചം.
പ്രപഞ്ചമാകെ ശിവലിംഗ രൂപമാകുന്നു. ശിവശക്തി സ്വരൂപമായ ഈ ലോകം ജ്യോതി രൂപമാകുന്നു. ശിവശക്തി നമ്മുടെ ആയുരാരോഗ്യമാകുന്നു. ഓരോ നാവുകളിലും ശിവനാമം മുഴങ്ങേണ്ടതാണ്. ശിവശക്തി എന്നാൽ പ്രപഞ്ചത്തിൻ്റെ നീതി പാലകനാകുന്നു. ശിവശക്തി എപ്പോഴും ഒന്നാകുന്നു. ശിവനില്ലാതെ ശക്തിയില്ല. ശിവശക്തി അറിയാതെ ഒന്നുമില്ല. ശിവശക്തി എന്നാൽ മാതാപിതാക്കളാകുന്നു. ഗുരുവും ദൈവവുമാകുന്നു. മാതാപിതാക്കളുടെ തൃപ്പാദത്തെ ശിവശക്തി തൃപ്പാദമായി കണ്ടു വണങ്ങേണ്ടതാകുന്നു. മൃത്യുദോഷം മാറ്റാനും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി ശിവഭഗവാന്റെ തിരുനടയിൽ നടത്തുന്ന ഹോമം ആണ് മൃത്യുഞ്ജയ ഹോമം. പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് ഈ ഹോമം. ആയുർദൈർഘ്യവും ആരോഗ്യ ദൃഢഗാത്രതയും മൃത്യുഞ്ജയ ഹോമത്തിലൂടെ ലഭിക്കുന്നു. പ്രാർത്ഥനയിലൂടെയും വ്രതാനുഷ്ഠാനത്തിലൂടെയും കാലന്റെ കയ്യിൽ നിന്നും ജീവനെ തിരിച്ചു വാങ്ങിയ ചരിത്രം നമ്മുടെ പുരാണങ്ങളിൽ എത്രയെങ്കിലും കാണാം. ഇനി ഒരു ജന്മമില്ലാത്ത അമരത്വത്തിലേക്ക് അഥവാ അമൃതത്വത്തിലേക്ക് നയിച്ച് മോക്ഷവും മുക്തിയും നൽകണം എന്നാണ് മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ സാരാംശം. ഇതൊക്കെ തന്നെയാണ് ശിവരാത്രി മഹാത്മ്യത്തിൻ്റെ മഹത്വം. ഇത് അനുഷ്ഠിക്കുന്ന പുണ്യാത്മാക്കൾക്ക് ശിവഭഗവാന്റെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടായി ലോക നന്മയായി ഉയരട്ടെ എന്ന പ്രാർത്ഥനയോടെ ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. തിരുമുടിയിൽ ജട പൂണ്ട് ചന്ദ്രക്കല ചൂടിയ ദേവാ ശങ്കരനേ ശിവശങ്കരനേ ശങ്കരനേ ശിവശങ്കരനേ അനുഗ്രഹമേകൂ ദേവാനുഗ്രഹമേകൂ അനുഗ്രഹമേകൂ ദേവ അനുഗ്രഹമേകൂ അനുഗ്രഹമേകൂ ദേവാനുഗ്രഹമേ.